ഹലോ, ഞാൻ ഇന്നൊരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പൈനാപ്പിൾ മേടിക്കുന്ന സമയത്ത് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ചോദിച്ച് ചോദിച്ച് കുടിക്കും കേട്ടോ. അത്രയ്ക്കും വളരെ വളരെ ടേസ്റ്റാണ്. ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണണേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 പൈനാപ്പിളാണ് എടുക്കുന്നത് കേട്ടോ. 2 തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിതേ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ വേണേ. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അത് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ അതിൻ്റെ പകുതി മാത്രം മതി, പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ അരിച്ച് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പം അരയ്ക്കാതെയൊക്കെ വന്ന പീസുകളൊക്കെ കാണും. അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. എൻ്റെ ഒരു ഐസ് ക്യൂബില്ല, തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി ലൂസായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവേ. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളകി വരണം. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ച് നമുക്ക് തണുപ്പോടെ തന്നെ കുടിക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ ജ്യൂസിൻ്റെ റെസിപ്പി കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.